കാറ്റത്തി കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധിയുടെ ആ വീട്ടിലെ താമസത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നിധിയുടെ അച്ഛൻ രാജീവ്. അതുപോലെ തന്നെ അരുണും സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അവിടെ നിന്ന് അവളെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അവിടെ ആ വീട്ടിൽ ഒരു സൗകര്യമില്ലാതെ കിടക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് അമ്മ പറയുക, എന്തായാലും എല്ലാ സൗകര്യത്തോടും ഇവിടെ വളർന്നിട്ട് നല്ല പഠിത്തത്തിലും എല്ലാത്തിലും ഒന്നാമതായി എല്ലാം ചെയ്ത കുട്ടിയാണ്. എന്തു ചെയ്യാനാ, ഇങ്ങനെയൊക്കെ ഒരു വിധിയായിരിക്കും. വിധിയെ നീ പറയുന്നു വേണ്ട, എന്തായാലും നമുക്കിവിടെ കൊണ്ടുവരണം. സൂര്യ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് അവളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരേണ്ട വഴിയായി ഇനി നമുക്ക് ആലോചിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിധിയുടെ ചേട്ടത്തി പറയുന്നുണ്ട്, ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിക്കാം, എന്നിട്ട് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരാൻ്റെ രീതി നോക്കാം. ഇനി നീ വിളിക്കുകയെന്ന് വേണ്ട, അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്. എന്തായാലും ഇനി അവൾ ഓഫീസിലേക്ക് ഇപ്പം ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് ആർക്കും സുഖമില്ല എന്ന് പറഞ്ഞെങ്കിലും വിളിച്ചുകൊണ്ട് വരണം. പിന്നെ അങ്ങോട്ട് വിടേണ്ട കാര്യമില്ല, അതാ ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും രാജീവ് പറയുക, ഓരോ കാര്യത്തിലും വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്തിരുന്നാലും ഒന്നും പ്രാവർത്തികമാവുന്നില്ലല്ലോ, അത് ആലോചിക്കുമ്പോഴാണ് സങ്കടം. അന്ന് ആ സുധീഷുമായിട്ട് ഈ വീട്ടിൽ വന്നപ്പോഴത്തേക്കും എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവളെ മാത്രം ഞാൻ ക്ഷണിച്ചത്, പക്ഷേ അവൻ കൂടെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൻ്റെ ആ അമിത സ്വാതന്ത്ര്യം ഈ വീട്ടിലെ ഡ്രൈവറായിരുന്ന അവന് ഇത്രത്തോളം ഇങ്ങനെ കാണിക്കാൻ പറ്റുമെങ്കിൽ നമുക്കെന്ത് കാണിച്ചുകൂടാ എന്നൊക്കെ പറയുന്നുണ്ട് രാജീവ്. ഓരോ കാര്യത്തിനും നമ്മൾ തീരുമാനിക്കുമ്പം അത് തീർച്ചയായപ്പെടുത്തുകയും ചെയ്യണം. അത് നിൻ്റെ ഒരു തെറ്റാണ് എന്ന് സഹോദരൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിധിയുടെ. ഇത് കേട്ടതും രാജീവ് പറയുക, ഓരോ കാര്യവും ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. അവൾ പോയിട്ട് വരുന്ന വഴിക്ക് എങ്ങനെയെങ്കിലും കാറ് കൊണ്ട് നിർത്തി കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് തന്നെ കാറിൽ കയറ്റണം, എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരണം. ഇതാ എൻ്റെ പ്ലാന്, നീ എന്ത് പറയുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധിയുടെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ തീരുമാനമൊക്കെ കൊള്ളാം, പക്ഷേ അവൾ തിരിച്ചിവിടെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ തീരുമാനിച്ചോളാം. അങ്ങനെ നിധിയാണെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി എന്നത്തെ പോലെ രാവിലെ പോകുന്നുണ്ട്. ഈ സമയത്ത് ചോദിക്കുന്നുണ്ട് സുധീഷ്, ഞാൻ ഇന്ന് കൊണ്ടുവിടണോ, അല്ലെങ്കിൽ ഓഫീസിലെ അവനാണെങ്കിൽ വീണ്ടും ഇന്ന് ശല്യം ചെയ്താലോ, അതുകൊണ്ട് ഞാൻ ഇന്ന് കൊണ്ടുവിടാം എന്ന് പറയുന്നുണ്ട് സുധീഷ്. ഇത് കേട്ടത് നിധി പറയുക, വേണ്ട ഞാൻ പൊയ്ക്കോളാം, എന്തായാലും എന്നെ ഓഫീസിലേക്കല്ലേ കൊണ്ടുപോകുള്ളൂ, അത് ഞാനങ്ങ് ക്ഷമിക്കും. എന്തായാലും നിങ്ങൾ അത്ര ചതിയനല്ല അയാൾ എന്ന് നിധി പറഞ്ഞിട്ട് ഇറങ്ങുക. ആ സമയത്ത് സുഭാഷൻ ജോലിക്കായിട്ട് ഇറങ്ങുക. നികേഷാണെങ്കിൽ കോളേജിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് സുഭാഷ് പറഞ്ഞായിരുന്നു, എന്തായാലും ഇനി പോകുമ്പോഴത്തേക്ക് നിധിയുടെ കൂടെ ആരെങ്കിലും കൂടെ പോകണം, അല്ലെങ്കിൽ ആ നീതുവിൻ്റെ സഹോദരനും കൂട്ടരും അവിടെ നിന്ന് വീണ്ടും നിധിയെ ഇനി കളിയാക്കിയാൽ ഇനി അവനെ വിടില്ല വെറുതെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇനി അതുണ്ടാവില്ല, അത്രയ്ക്ക് നല്ല അടിയില്ലേ കൊടുത്തത്, നിധിയുടെ അടിയും നല്ല ഏറ്റിട്ടുണ്ട്, എന്നാലും നിധി ഇത്രയും വലിയ അടി കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഇത് കേട്ടതും സുധീഷ് പറയുക, അത് ചെയ്തതിന് ക്രെഡിറ്റ് എനിക്കാ തരേണ്ടത്, ഞാനാ പറഞ്ഞത് പോയി അടിക്കാൻ. അതുമാത്രമല്ല ഇനി അവനാണെങ്കിൽ ആ ദൂരത്തൂടെ വരില്ല, അതെനിക്ക് ഉറപ്പാണ്, അതുകൊണ്ട് പേടിക്കാതെ ഇനി പോവാം. ആ സമയത്ത് ഭാസ്കരൻ വരുന്നുണ്ടായിരുന്നു റോഡിൽ നിന്ന് സൈക്കിളിലേക്ക്. അങ്ങനെ സൈക്കിളിൽ നിന്ന് വരുന്ന വഴിക്ക് സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഓരോ കാര്യത്തിലും നമ്മളാണെങ്കിൽ എന്ത് പറഞ്ഞിരുന്നാലും നിനക്കൊരു തർക്കുത്തരമുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്താ എന്ന് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നികേഷ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇന്നാളാണെങ്കിൽ നിങ്ങൾ അതുവഴി പോയപ്പോഴത്തേക്കും ഇനി അവനെ കാണുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ അടുത്ത് പറയണമെന്ന്, പക്ഷേ നിങ്ങളൊന്നും തീരുമാനിച്ച് ഉറപ്പിച്ച് ഇവിടെ നിന്ന് വന്നതാണ്, എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും നിങ്ങൾ പറഞ്ഞില്ല. അത് ഞാനാണെങ്കിൽ എന്താണെന്നറിയാലോ എൻ്റെ സ്വഭാവം, ഞാനാണെങ്കിൽ ഓരോ കാര്യം ചെയ്യുന്നാലും അത് വ്യക്തമായിട്ട് ചെയ്യും, നിങ്ങളെപ്പോലെ ആവില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ല എന്ന് സുഭാഷ് പറയുന്നുണ്ട്. എന്തുകൊണ്ട് മനസ്സിലായില്ല, നിങ്ങളാണെങ്കിൽ എവിടെ കണ്ടിരുന്നാലും വെള്ളം കിട്ടിയാൽ കുടിച്ചുകൊണ്ട് അവിടെയല്ലേ ഇരിക്കുകയുള്ളൂ, അല്ലാതെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾ കാണില്ലല്ലോ എന്നും പറയുന്നുണ്ട്.
അത് ഞാൻ കവലയിൽ വെച്ച് കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളെ എനിക്ക് അവിടെ വെച്ച് കാണാനും പറ്റില്ല, അതുപോലത്രമല്ല അവന് രണ്ട് കൊടുക്കാനും പറ്റില്ല. എന്തായാലും അത് നിധിയുടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്രയും പേരില്ലായിരുന്നോ അവനെ അടിക്കാൻ വേണ്ടി? ഇനി പേടിക്കാതെ തന്നെ അതുവഴി പോവാം എന്ന് ഭാസ്കരൻ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്നത്തെ പോലെ നിധി ഓഫീസിലേക്ക് ഇറങ്ങുന്ന സമയത്ത് റോഡിൽ നോക്കി നിൽക്കുക നിധിയുടെ അച്ഛൻ. ഇത് ആരും കാണാത്തതുപോലെ പോവുകയാണ്. ആദ്യം കണ്ടത് അത് സുഭാഷായിരുന്നു. സുഭാഷ് പറയുന്നുണ്ട്, ഒരു കാറ് അവിടെ കിടക്കുന്നുണ്ട്, അത് നിധിയുടെ അച്ഛനാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഫോൺ വിളിച്ച് സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടത് നിധിയാണെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് പറയുക, അവിടെ അച്ഛൻ നിൽപ്പുണ്ട്, എന്താ കാര്യമെന്നറിയില്ല. ഇനിയാണെങ്കിൽ നിധിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ്റെ വല്ല പ്ലാനാണോന്ന് അറിയില്ല. അല്ലെങ്കിൽ വീട്ടിലല്ലേ വരുമായിരുന്നുള്ളൂ, എന്തോ ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. അല്ലായെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ആ വീട്ടിൽ പോയ സ്ഥിതി അതേപോലെ ആവും എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ നോക്കിക്കോളാം. ഇനിയാണെങ്കിൽ എന്നെ കൊണ്ടുപോകാൻ ആരും ഒരു വഴിക്കും തയ്യാറായാലും അത് നടക്കില്ല, അത് ഉറപ്പാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് പറയുക, ഞാൻ കൂടെ വരാമെന്ന്. അങ്ങനെ സുധീഷ് കൂടെ പോവുകയും നിധിയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാലാണെങ്കിൽ നിധി അറിഞ്ഞില്ലായിരുന്നു സുധീഷ് ബാക്കിൽ നിന്ന് വരുന്ന കാര്യം. അങ്ങനെ കാറ് നിർത്തിയിട്ട് പറയുക രാജീവ്, ഞാനാണെങ്കിൽ ഓഫീസിൽ കൊണ്ടുവിടാം, എനിക്ക് കുറച്ച് കാര്യങ്ങളും പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനല്ലേ വിളിക്കുന്നത്, പോവാം എന്ന് പറഞ്ഞ് കാറിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ഓഫീസിലേക്കാന്ന് പറഞ്ഞിട്ട് ഓഫീസിലേക്കുള്ള വഴിക്കല്ല പോയത് രാജീവ്. എന്താ ഇതുവഴിയല്ല, ഞങ്ങൾക്ക് പോവേണ്ട അതുവഴിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയാലോ, ഞാനിപ്പോൾ വീട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. എന്തുദ്ദേശത്തിനാണ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? എൻ്റെ അടുത്ത് അവിടെ വെച്ച് പറഞ്ഞതാ സുഭാഷിയുടെ ഫോൺ വിളിച്ചിട്ട്. എന്നിട്ട് ഞാൻ സുധീഷിൻ്റെ അടുത്ത് ബാക്കിൽ നിന്ന് വരണ്ടാന്ന് പറഞ്ഞതാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിൽ നിന്ന് പോയവ സുധീഷിന് കാണാൻ പറ്റിയില്ല നിധിയെ, അതിനു മുമ്പേ പോയിരുന്നു. എന്തായാലും എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ വീണ്ടും സുഭാഷിനെ ഫോൺ വിളിക്കുന്നുണ്ട്. ഞാൻ നിധിയുടെ ബാക്കിൽ നിന്ന് പോയതാ, പക്ഷേ ഒരു 2 സെക്കൻഡിൻ്റെ വ്യത്യാസം, കാണാൻ സാധിച്ചില്ല. അവിടെ അച്ഛനെയും കണ്ടില്ല, അവളെ കൊണ്ടുപോയോന്നാണ് എനിക്ക് സംശയമെന്ന് പറയുന്നുണ്ട്. നീ എല്ലായിടും നോക്ക് എന്ന് പറഞ്ഞിട്ട് സുഭാഷ് ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ കാറിൽ വെച്ച് ബഹളം ഉണ്ടാക്കുന്നു. നിങ്ങൾ എന്തിനാണ് എവിടെയാണ് കൊണ്ടുപോകുന്നത്? ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? എനിക്കിപ്പോൾ ഒരു ജോലിയുണ്ട്, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ്റെ എല്ലാം ഒരു ഇതുമുണ്ട്. എനിക്കിനി നിങ്ങളുടെ വീട്ടിൽ വരണമെന്ന് ഒരു ആഗ്രഹവുമില്ല. ഒരു ദിവസം വന്നപ്പോൾ തന്നെ എന്നെ വീണ്ടും ഒരാളെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയതാ. അവന് ഇന്നും എന്നെ നോക്കിയിരിക്കുക. വേറെ ആരെയും കിട്ടിയില്ല നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി. എൻ്റെ വിദ്യാഭ്യാസത്തിന് യോഗ്യമായ ഒരാളെ കൂടെ നിങ്ങൾ നോക്കിയില്ല. പണം കണ്ടിട്ട് എന്നെ ആരെയും കയ്യിൽ കെട്ടിവെക്കാമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. അതെനിക്ക് ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇനി വരാത്തത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ രാജ്യമാണെങ്കിൽ എല്ലാ സജ്ജീകരണത്തോടെയും അവിടെ സൂര്യയെ വീട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും നിധിയെ വീണ്ടും കല്യാണം കഴിപ്പിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അവനെന്തു വെച്ചാലും ഡൈവേഴ്സ് കിട്ടിയില്ല എങ്കിലും കല്യാണം കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് ഡൈവേഴ്സ് വാങ്ങിച്ച് കൊടുക്കാം. എന്നാൽ കല്യാണം എങ്ങനെയും നടത്തണം എന്നൊരു ഉദ്ദേശത്തോടെയായിരുന്നു രാജീവ് അവിടേക്ക് വന്നത്. ഇതൊന്നും അറിയാതെ നിധിയാണെങ്കിൽ ബഹളം വെച്ചുകൊണ്ടിരുന്നിട്ടും എന്നാലും കാറ് നിർത്തിയില്ല, വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഓരോന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇനി ഞാനാണെങ്കിൽ ഒരു കാര്യം തീരുമാനിച്ചിട്ടാണ് വീട്ടിൽ വന്നത്. ഇനി നിന്നെ തിരിച്ച് വീട്ടിലേക്കാം. ഇനി ആര് വിളിച്ചാലും നിന്നെ ഫോൺ പോലും നീ എടുക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്.